ഏറ്റവും പ്രിയങ്കരിയായ നമ്മുടെ ജില്ലാ കളക്ടർ ശ്രീമതി പ്രിയങ്ക, ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത നമുക്കെല്ലാം പ്രിയപ്പെട്ട ശ്രീ മമ്മൂക്ക, വേദിയിലുള്ള വിശിഷ്ട വ്യക്തിത്വങ്ങളെ, പ്രിയപ്പെട്ട സഹപ്രവർത്തകരായ മന്ത്രിമാർ, MLA മാർ, ജനപ്രതിനിധികൾ, ഈ നഗരത്തിൻ്റെ പൗരാവലിയെ പ്രതിനിധാനം ചെയ്ത് ഈ സ്വീകരണ സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരെ, ഞാൻ ഈ നഗരത്തിൻ്റെ തൊട്ടടുത്ത ഒരു ഗ്രാമത്തിൽ നെട്ടൂരിലാണ് ജനിച്ചത്. ഇവിടെ ഞാൻ കളിച്ചു വളർന്ന നഗരമാണ്, പഠിച്ചു വളർന്ന നഗരമാണ്. ഈ നഗരത്തിലായിരുന്നു എൻ്റെ ബാല്യവും എൻ്റെ കൗമാരവും എൻ്റെ യുവത്വവുമെല്ലാം. ഞാൻ പഠിച്ചത് തേവര കോളേജിലാണ്, പിന്നെ രാജഗിരിയിൽ പഠിച്ചു. പിന്നീട് തിരുവനന്തപുരത്ത് പഠിക്കാൻ പോയെങ്കിലും വീണ്ടും അഭിഭാഷകനായി കേരള ഹൈക്കോടതിയിൽ പ്രാക്ടീസ് ചെയ്യാൻ തിരിച്ചു വന്നു. ഈ ജില്ലയുമായും ഈ നഗരവുമായും എനിക്കുള്ള ബന്ധം അത് വളരെ ആഴത്തിലുള്ള ഒരു ബന്ധമാണ്. നിങ്ങൾക്കറിയാം, ഞാനും ശ്രീ TJ വിനോദ്, നമ്മുടെ എറണാകുളം MLA, ഞങ്ങൾ വിനോദിൻ്റെ സ്കൂട്ടറിലും എൻ്റെ ബൈക്കിലും ഈ ജില്ല മുഴുവൻ യാത്ര ചെയ്തിട്ടുള്ളവരാണ്. ഒരു കാലഘട്ടത്തിൽ ഈ ജില്ലയിൽ എല്ലായിടത്തും പല സ്ഥലത്തും പോയി രാത്രി പല സുഹൃത്തുക്കളുടെയും വീട്ടിൽ താമസിച്ച് സംഘടനാ പ്രവർത്തനം, വിദ്യാർത്ഥി സംഘടന പ്രവർത്തനം നടത്തിയ ഒരു കാലമുണ്ടായിരുന്നു. എല്ലാവരും പറയുന്നത് പോലെ തന്നെ ഒരുപാട് കഷ്ടപ്പാടുകളും ദുരിതങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ സഹിച്ച് ആണ് ഈ നഗരത്തെയും ഈ ജില്ലയെയും അടുത്തറിഞ്ഞ് വളർന്നു വന്ന ഒരാളാണ്. പിന്നീട് വളരെ ചെറുപ്പത്തിൽ സർവകലാശാല യൂണിയൻ ചെയർമാനായപ്പോൾ എന്നും ഓർത്തു വയ്ക്കാനുള്ളൊരു വലിയ സർവകലാശാല യുവജനോത്സവം ഈ നഗരത്തിൽ സംഘടിപ്പിച്ചതും എനിക്ക് ഇന്നും ഓർമ്മയുണ്ട്. ഉത്സവ് 87, 87 86, 87 അങ്ങനെയാണ് വന്നത്. അപ്പോൾ തീർച്ചയായും ഇന്ന് നമ്മൾ കളിച്ചു വളർന്ന നഗരത്തിൻ്റെ ആ ഹൃദയവികാരങ്ങൾ ഏറ്റുവാങ്ങാൻ, സന്തോഷം പങ്കുവയ്ക്കാൻ നിങ്ങളോടൊപ്പം ആയിരിക്കുമ്പോൾ ജീവിതത്തിലെ ഏറ്റവും ധന്യമായ മുഹൂർത്തത്തിലൂടെയാണ് ഞാൻ കടന്നു പോകുന്നത് എന്ന് ഞാൻ കരുതുകയാണ്. നമ്മുടെ മുമ്പിലുള്ളത് ഇവിടെ ഉദ്ഘാടകൻ സൂചിപ്പിച്ചതുപോലെ വെല്ലുവിളികളാണ്. നമുക്ക് രണ്ടുണ്ട് അധികാരത്തിന് രണ്ട് വശമുണ്ട്. ഒന്ന്, അധികാരത്തിൻ്റെ ഒരു പത്രാസുണ്ട്, അധികാരത്തിൻ്റെ ഒരു പാരാഫർണേലിയൻ. നമ്മൾ അതിൽ വീണുപോയാൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതിനെ മറികടക്കാൻ, അതിനെ ബൈപ്പാസ് ചെയ്യാൻ നമ്മുടെ ഉത്തരവാദിത്വം എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കി. ഞാൻ ആദ്യം പറഞ്ഞത് ഇതൊരു ഡിവൈൻ അസൈൻമെൻ്റ് ആണ്. ഞാനൊരു വിശ്വാസിയായ ആളാണ്. ഇതൊരു ദൈവികമായ നിയോഗമാണ്. അങ്ങനെ കരുതി നമ്മൾക്ക് എന്തു ചെയ്യാൻ കഴിയും, എന്തെല്ലാമാണ് നമ്മൾ ചെയ്യേണ്ടത് എന്ന് നമ്മൾ മനസ്സിലാക്കി അതിൻ്റെ മുൻഗണനകൾ നിശ്ചയിച്ച് നമുക്ക് മുന്നോട്ട് പോകണം. നമുക്ക് മാറ്റമുണ്ടാക്കാൻ കഴിയും. എനിക്കതിൻ്റെ ആത്മവിശ്വാസമുണ്ട്. ഒറ്റയ്ക്ക് ഒരാൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല. ഇനിയുള്ള കാലത്ത് ടീം ബിൽഡ് ചെയ്യണം. നമ്മൾ ടീം ബിൽഡ് ചെയ്യണം. എല്ലാ രംഗങ്ങളിലും നല്ല ടീം ബിൽഡ് ചെയ്യണം. നമുക്ക് എക്സ്പെർട്ടൈസ് ആവശ്യമുണ്ട്, വൈദഗ്ധ്യമുള്ള ആളുകളെ നമ്മൾ ആവശ്യമുണ്ട്. ലോകത്തെല്ലായിടത്തുമുള്ള മലയാളികൾ വ്യത്യസ്തമായ രംഗങ്ങളിൽ വളരെ ശ്രദ്ധേയമായ സേവനങ്ങൾ അനുഷ്ഠിക്കുന്നവരുണ്ട്. അവരുടെ എല്ലാം സഹായം നമുക്ക് വേണം. എല്ലാത്തിനുമുപരിയായി കേരളത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയെ നമുക്ക് മെച്ചപ്പെടുത്തണം. അതൊരു വെല്ലുവിളിയാണ്. ഞാൻ ധനകാര്യ വകുപ്പ് ഏറ്റെടുത്തത് ധനകാര്യം ഭരിക്കാനുള്ള സന്തോഷം കൊണ്ടല്ല. അതൊരു ചാലഞ്ചാണ്, അതൊരു വെല്ലുവിളിയാണ്. ആ വെല്ലുവിളി ഏറ്റെടുത്തുകൊണ്ട് നമുക്ക് നമ്മുടെ സമ്പദ് വ്യവസ്ഥയെ മെച്ചപ്പെടുത്തണം. സമ്പദ് വ്യവസ്ഥയെ മെച്ചപ്പെടുത്തിയാൽ പിന്നെ രണ്ടാമത് ചെയ്യേണ്ടത് ഇക്വിറ്റബിൾ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വെൽത്ത് ആണ്. സമ്പത്തിൻ്റെ നീതിപൂർവമായ വിതരണം. ജനങ്ങളുടേതാണ് സമ്പത്ത്, ഖജനാവ് ജനങ്ങളുടേതാണ്. ആ പണം നീതിപൂർവമായ വിതരണത്തിലൂടെ രാജ്യത്തെ ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്താൻ വേണ്ടി നമുക്ക് എന്തെല്ലാം ചെയ്യാൻ കഴിയുമെന്നാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. നമ്മൾ വികസന പ്രവർത്തനം എന്ന ആളുകൾ പറയും. ഞാനും കരുതിയത് വികസന പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഒരു പ്രദേശം മുഴുവൻ അക്വയർ ചെയ്ത് ബഹുനില മന്ദിരങ്ങൾ വരുന്നത്, കുറേ കെട്ടിടങ്ങൾ വരുന്നത്, അതാണ് വികസനം എന്നാണ് ഞാനും പണ്ട് കരുതിയത്. ഇന്ന് ഞാൻ തിരിച്ചറിയുന്നു, അതല്ല വികസനം. ഒരു പ്രദേശത്ത് വികസനം വന്നാൽ വികസനമുണ്ടായി എന്ന് നമ്മൾ
കരുതണമെങ്കിൽ ആ പ്രദേശത്ത് ജീവിക്കുന്ന ജനങ്ങളുടെ ജീവിത നിലവാരത്തിൽ സാരമായ മാറ്റമുണ്ടാകണം. അല്ലാത്തതൊന്നും വികസനമല്ല. നാടിന് മാറ്റമുണ്ടാകാൻ, ജനങ്ങളുടെ ജീവിത നിലവാരത്തിൽ മാറ്റമുണ്ടാകാനുള്ള പദ്ധതികൾ നമുക്കുണ്ടാകണം. അതിന് നമുക്ക് സ്വപ്നതുല്യമായ പദ്ധതികളുമായിട്ടാണ് ഈ സർക്കാർ വരുന്നത്. ഞാൻ ബജറ്റ് 19-ാം തീയതി അവതരിപ്പിക്കുകയാണ്, ആദ്യത്തെ ബജറ്റ്. ആ ബജറ്റിലെ രഹസ്യങ്ങൾ മുൻകൂട്ടി നിങ്ങളോട് പറയാൻ പറ്റില്ല. പക്ഷേ കഴിഞ്ഞ 1-2 വർഷക്കാലമായി ഒരുപക്ഷെ ഇന്ത്യയിൽ ആദ്യത്തെ പ്രതിപക്ഷമാണ്. ഗവൺമെന്റിനെ വിമർശിച്ചതോടൊപ്പം ഗവൺമെന്റ് പരാജയപ്പെട്ട സ്ഥലത്ത് എന്തു ചെയ്യാൻ കഴിയുമെന്ന് ഗവേഷണം നടത്തിയ ഇന്ത്യയിൽ ആദ്യത്തെ പ്രതിപക്ഷമായിരുന്നു ഞങ്ങളുടേതെന്ന് ഞാൻ അഭിമാനത്തോടെ പറയുന്നു. ആരോഗ്യരംഗത്ത്, വിദ്യാഭ്യാസ രംഗത്ത്, അടിസ്ഥാന വികസന രംഗത്ത് സ്വപ്ന പദ്ധതികൾ നടപ്പാക്കാൻ, കേരളത്തെ മുഴുവൻ ഒരു തുറമുഖ നഗരമാക്കി മാറ്റുന്ന ഏറ്റവും സ്വപ്നതുല്യമായ ഒരു പദ്ധതി, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ, ഒരുപക്ഷെ ഏഷ്യയിൽ ഏറ്റവും കൂടുതൽ ഏവിയേഷൻ പ്രോജക്റ്റുകളുള്ള സംസ്ഥാനമാക്കി നമ്മുടെ സംസ്ഥാനത്തെ മാറ്റാനുള്ള പദ്ധതികൾ ഉൾപ്പെടെയുള്ള നിരവധി പരിപാടികളുമായിട്ടാണ് നമ്മൾ വരുന്നത്. അതിനെല്ലാം നമ്മൾ ശക്തമായ ടീം ബിൽഡ് ചെയ്ത് ഏറ്റവും വിദഗ്ധരായ ആളുകളുടെ സഹായത്തോടു കൂടി കൊണ്ടുവരണം. നമ്മുടെ നാട്ടിൽ ബ്രെയിൻ ഡ്രെയിൻ സംഭവിക്കുകയാണ്. കുട്ടികൾ പുറത്തേക്ക് പോയാൽ അവരെ ഇവിടെ നമുക്ക് നിർത്തണം. നല്ല വിദ്യാഭ്യാസം കൊടുക്കണം, അവർക്ക് നല്ല ജോലി കൊടുക്കണം, അവർക്ക് പുതിയ സംരംഭങ്ങൾ തുടങ്ങാനുള്ള സഹായങ്ങൾ ചെയ്യണം, അവരെ ചേർത്തു പിടിക്കണം. എനിക്ക് വലിയ സന്തോഷം പറയാനുണ്ട്. ആദ്യത്തെ ക്യാബിനറ്റിൽ എടുത്ത തീരുമാനം, ഇന്ത്യയിൽ ആദ്യമായി ഒരു സംസ്ഥാനത്ത് മുതിർന്ന പൗരന്മാർക്ക് ഒരു വകുപ്പുണ്ടാക്കിയ മുതിർന്ന പൗരന്മാർക്ക്. ഞാനത് പറഞ്ഞത്, ഒരു സൊസൈറ്റി, ഒരു സമൂഹം പരിഷ്കൃതമാണോ അല്ലയോ എന്ന് പരിശോധിക്കുന്നത് ആ സൊസൈറ്റി, ആ സമൂഹത്തിലെ മുതിർന്ന പൗരന്മാരോട് ഇവിടെ ഉണ്ട് എങ്ങനെ പെരുമാറുന്നു എന്നത് കണക്കാക്കിയ നമ്മൾ പറയും ഈ കാലഘട്ടം ഒരു പീരീഡാണ്, ജനങ്ങൾ നൽകിയിരിക്കുന്ന അംഗീകാരം അവ അവസാനിക്കുമ്പോൾ ലോകത്തെല്ലായിടത്തുമുള്ള ജനങ്ങൾ പറയണം കേരള സൊസൈറ്റി ഒരു സിവിലൈസ്ഡ് സൊസൈറ്റിയാണ്. അവരവരുടെ മുതിർന്ന പൗരന്മാരോട് ഏറ്റവും ഭംഗിയായി പെരുമാറുന്ന ഒരു സൊസൈറ്റിയാണ്. നമ്മുടെ മുൻഗണനയിൽ ഈ നാട്ടിലെ മുതിർന്ന പൗരന്മാരുണ്ട് എന്ന് ഞാൻ പ്രത്യേകം പരാമർശിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കുട്ടികളെ ചേർത്ത് നിർത്തണം. വരാനിരിക്കുന്ന തലമുറയോട്, മക്കളോട്, കൊച്ചുമക്കളോട് നീതി പുലർത്താൻ കഴിയണം. കേരളം സെക്കുലറായി നിലനിൽക്കണം, മതസൗഹാർദ്ദം നിലനിൽക്കണം. എല്ലാം നമ്മുടെ മതേതരത്വം എന്ന് പറയുന്നത് പാശ്ചാത്യ നാടുകളിലെ മതേതരത്വമല്ല, അത് റിജക്ഷൻ ഓഫ് റിലീജിയനാണ്, മതനിരാസമാണ്. ഇവിടെ അതല്ല, ഇവിടെ ഇൻക്ലൂഷൻ ഓഫ് റിലീജിയനാണ്. മതങ്ങളെ ചേർത്ത് നിർത്തുന്നതാണ്. എല്ലാവരെയും സഹോദര മതത്തിൽപ്പെട്ട ആളുകൾക്ക് വെല്ലുവിളികൾ ഉണ്ടാകുമ്പോൾ അവരുടെ മുമ്പിൽ പോയി നിന്ന് അവരെ സംരക്ഷിക്കുന്ന മതേതരത്വമാണ്. അതിലൊരു വിട്ടുവീഴ്ചയില്ല, ഒരു കോംപ്രമൈസും ഇല്ല. ആരും വർഗീയത പറയരുത് എന്നുള്ള ശക്തമായ നിലപാട് നമുക്ക് ലോകത്തോട്, നമ്മുടെ രാജ്യത്തോട് പറയാൻ കഴിയണം അഭിമാനത്തോടെ. ഇത് ഞങ്ങളുടെ മതേതര കേരളമാണ് എന്ന് ഉറക്കെ വിളിച്ചു പറയാൻ നമുക്ക് കഴിയണം. അങ്ങനെ ഒരു കേരളം ഉണ്ടാകണം, എല്ലാ രംഗങ്ങളിലും മാറ്റമുണ്ടാകുന്നു. അതിന് ഈ കൊച്ചിയുടെ, ഈ നഗരത്തിൻ്റെ, ഈ ജില്ലയുടെ മുഴുവൻ പിന്തുണ വേണം. എന്നെ കൂടെ 3 മന്ത്രിമാർ കൂടിയുണ്ട്. മിടുമിടുക്കരായ ഹൈബി ഈഡനും ബെന്നി ബഹനാനും ഫ്രാൻസിസ് ജോർജുള്ള MP-മാരുണ്ട്, ശ്രീ ഡീൻ കുര്യാക്കോസ് ഉൾപ്പെടെ. ഈ പൗരാവലിയുടെ പിന്തുണയുണ്ട്. നമുക്ക് ഈ നഗരത്തെയും ഈ ജില്ലയെയും മാറ്റിയെടുക്കാൻ കഴിയണം. കൊച്ചി അത് നമ്മുടെ സ്നേഹമാണോ എന്താണോ എന്നറിയില്ല. ഈ കൊച്ചി ആയിരിക്കരുത് കുറച്ചുനാൾ കഴിയുമ്പോഴുള്ള കൊച്ചി. ഈ രാജ്യത്തിന് മാതൃകയായ ഒരു നഗരമാക്കി നമുക്ക് നമ്മുടെ കൊച്ചിയെ മാറ്റണം.
എന്തുമാത്രം വാഹനങ്ങളാണ്! ഏറ്റവും മോഡേണായ ഒരു സിറ്റിയായി നമ്മുടെ നഗരം മാറണം. ഈ നഗരം ഇപ്പോഴുള്ള പരിധിയല്ല, അതിൻ്റെ അപ്പുറത്തേക്ക് വളരണം. നമുക്ക് ട്വിൻ സിറ്റി എന്നുള്ള സങ്കല്പത്തിലേക്ക് പോവാം. അപ്പോൾ ആലുവയൊക്കെ വരും, അങ്കമാലിയൊക്കെ വരും. നമ്മുടെ എയർപോർട്ട് അവിടെയാണ്. നമ്മുടെ കളക്ട്രേറ്റ് നഗരത്തിലല്ല, പുറത്താണ്. നമ്മുടെ ഗവൺമെൻറ് ഓഫീസുകൾ പുറത്താണ്. കുറേ കൂടി നഗരത്തെ വികസിപ്പിച്ച് ഒരു പുതിയ നഗരസങ്കല്പം, അർബൻ പ്ലാനിംഗ് ഞങ്ങളുടെ മുൻഗണനയിലുള്ളതാണ്, പ്രയോറിറ്റിയിൽ ഉള്ളതാണ്. ആ മാറ്റമുണ്ടാകണം. ആ മാറ്റത്തിൻ്റെ ഗുണഭോക്താക്കൾ നഗരവാസികൾ മാത്രമല്ല, തൊട്ടടുത്ത ഗ്രാമങ്ങളിൽ താമസിക്കുന്നവർ കൂടി അതിൻ്റെ ബെനഫിഷ്യറീസാക്കി നമുക്ക് മാറ്റണം. നഗരം അവരോട് ചേർന്ന് നിൽക്കുമ്പോൾ വിദ്യാഭ്യാസ അവസരങ്ങൾ, തൊഴിലവസരങ്ങളെല്ലാം ഗ്രാമങ്ങളിലെ കുഞ്ഞുങ്ങൾക്കും സ്ത്രീകൾക്കും എല്ലാ വിഭാഗം ജനങ്ങൾക്കും ഉണ്ടാകണം. നമുക്ക് എറണാകുളത്തിന് മുഖ്യമന്ത്രിയും 3 മന്ത്രിമാരും മികച്ച MP-മാരും 14 MLA-മാർ ഞങ്ങളെല്ലാവരും ഉണ്ടെങ്കിൽ അത് സാധ്യമാകും എന്ന് തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ. അത് അവസാനത്തേക്ക് മാറ്റിവെക്കില്ല. അതൊരു തുടക്കമാകും. ഞാൻ മമ്മൂക്കയും കുഞ്ചാക്കോ ബോബനും ഇരിക്കുന്നത് കൊണ്ട് പറയുകയല്ല. കേരളത്തിലെ ഫിലിം ഇൻഡസ്ട്രിയുടെ ആസ്ഥാനമാക്കി നമുക്ക് ഈ ജില്ലയെ മാറ്റണം. ഫിലിം ഇൻഡസ്ട്രി ഹൈദരാബാദിലും മദ്രാസിലും എല്ലാം ചെയ്തതുപോലെ സിനിമാ രംഗത്ത് ഈ സർക്കാർ ഒരു സിഗ്നേച്ചർ ഇടും. ഞാൻ ഉറപ്പു തരുന്നു, ഒരു കയ്യൊപ്പ് ചാർത്തും. ഈ സർക്കാരിൻ്റെ ഒരു കയ്യൊപ്പ് സിനിമാ രംഗത്ത് ചാർത്തും. ടൂറിസം രംഗത്ത് അത്ഭുതകരമായ സാധ്യതകളുള്ള സ്ഥലമാണ് നമ്മുടേത്. കടലുണ്ട്, ബാക്ക് വാട്ടറുണ്ട്, വെസ്റ്റേൺ ഗാർഡ്സ് ഉണ്ട്. ഇതിനെല്ലാം സംയോജിപ്പിച്ച് ഗതാഗത സംവിധാനങ്ങളെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് ഏറ്റവും കൂടുതൽ ഒരു റൂം കിട്ടാനില്ല ഈ നഗരത്തിൽ ഇപ്പോൾ. അതുൾപ്പെടെയുള്ള കാര്യങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി ഈ വർഷം, ഈ 6 മാസത്തിനുള്ളിൽ തന്നെ കൃത്യമായി ആസൂത്രണം ചെയ്ത് ഒരു ടൈം ഫ്രെയിം ഉണ്ടാക്കി ആ സമയത്ത് അത് തീർക്കാൻ ഈ സർക്കാർ നിങ്ങളോടൊപ്പം ഉണ്ടാകും എന്ന വാക്ക് നൽകുന്നു. നിങ്ങൾ നൽകിയ സ്നേഹപൂർണമായ സ്വീകരണത്തിന് നന്ദി പറയാൻ എനിക്ക് വാക്കുകളില്ല. ഈ നഗരം, ഈ ജില്ല എന്നും കൂടെ ഉണ്ടാകും എന്നെനിക്ക് ഉറപ്പുണ്ട്. എല്ലാവരോടും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കും.